ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നാണ് മറക്കണ്ട. കമൻറ്റും കൊണ്ട് എഴുതിക്കാണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പൂളായിട്ട് എന്തൊക്കെ പണിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ 2 പൂള കുറച്ച് മുന്നേ, അതായത് 2-3 മാസമായിട്ടാണ് മക്കളെ ഇത് അരച്ച് വെച്ചിട്ട്, അത് അരച്ചാണ് ഫീസറിൽ വെച്ചതേന്നു. അപ്പോൾ ഇന്ന് ഏതായാലും രാത്രി ചോറും കുറവാണ്. ഇനിയിപ്പോൾ ചോറ് തീമണ്ണയും കാട്ടി എളുപ്പം നമുക്ക് ഈ പുട്ടാണ് ഉണ്ടാക്കിയെടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ പൂളുകൊണ്ട് പല ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുക. ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് എന്താ വെച്ചാൽ ഉച്ചക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് അങ്ങനെ വെള്ളം ഉറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ കട്ടുതാ ഇത് ഒക്കെ കളഞ്ഞ മാതിരി ആയിട്ടാണ്. നമ്മൾ പീഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അതിൻ്റെ തണുപ്പ് അറ്റും ചെയ്തോളൂ, അതേപോലെ തന്നെ അതിലത്തെ വെള്ളം പാകായും ചെയ്തോളൂ. അപ്പം അങ്ങനെയാണ് ഞാനിത് വെള്ളം ഇതാക്കിയെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് തോർത്തുണ്ടിൽ പിയ്യാനും ഇതിനൊക്കെ നിൽക്കണ്ടേ. പത്തിരിക്കാണെങ്കിൽ പിന്നെ ആ വക പരിപാടി ഒന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെയാണ് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടിനെടുത്ത് അതിലേക്ക് അരിപ്പൊടിയാണ്, നമ്മളെ സാധാരണ അരിപ്പൊടി ഇല്ലേ, അത് എടുത്തുകാണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ കുഴച്ച് കൊടുക്കരുത്, കൈ ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുക തന്നെ, ഏതോരം നേരം തിരിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് കുഴച്ച് കൊടുത്താൽ ഇത് ഒട്ടിപ്പോവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ അതിൽ നിന്ന് കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം കൈയായിട്ട് ഇങ്ങനെ അമർത്തി വരുതി കൊടുത്ത് അതിൽ നാരത്തേലും കിട്ടണമെങ്കിൽ പുറത്ത് കിട്ടും ചെയ്താൽ. അപ്പോൾ അത് നമുക്ക് ഇതാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ വെള്ളം നമുക്ക് പാകമാണോ എന്ന് നോക്കണം. വെള്ളം ഏറി കഴിഞ്ഞാൽ പുട്ട് ഒന്നാകെ ഒട്ടിപ്പിടിച്ചും, വെള്ളം കുറഞ്ഞാലോ പുട്ടറ്റ പോകില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതാക്കുന്നത്. ഇനിയിപ്പോൾ പൂളിൻ്റെ വെള്ളം നിങ്ങൾക്ക് കളയേണ്ടതെന്ന് വെച്ചാൽ കളിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും പൊടിയാണ്ട് കൂട്ടി കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ പൊടി കൂട്ടി കൊടുക്കുമ്പോൾ നമ്മളെ പൂളൻ്റെ ടേസ്റ്റ് അത്രക്കണ്ട് കിട്ടൂല. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ പൂളൻ്റെ ഇത് കുറച്ച് എന്നിട്ട് കളഞ്ഞ് എടുത്തത്. അപ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കണം. ഒന്നായിട്ടാണ് കൗത്തി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൽ വെള്ളം ഏറും, പിന്നെ പൊടി ഏറും, പിന്നെ വെള്ളം ഏറും, അങ്ങനെ ഇട്ടുകൊടുത്ത് നമുക്ക് ആ അരച്ച് വെച്ചത് മിവരും തീക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആവശ്യത്തിനാണ്ടി ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനും റാണിയും സീനു ഞങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിലും കാക്ക അത് തിന്നാൻ വരില്ല കേട്ടോ. കാക്കാക്ക് ഈ വക സാധനങ്ങളേ ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് ഒക്കെ ഇഷ്ടമാണ്. എനിക്കും മകൻ ഷുഗറുണ്ട്, ഞങ്ങൾക്കത് അങ്ങനെ പള്ളൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുള്ളൂ. ഏതായാലും പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മൾ ഉതിർന്ന് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുട്ടെടുത്താലോ. ഇപ്പോൾ ഈ അടുക്കളയ്ക്ക് കണ്ട് കയറ്റിൻ്റെ ശേഷം ഒരു സൗകര്യമില്ല. ഇനി മറ്റേ അടുക്കളൻ്റെ പണി കെജുന്നത് വരെ, അതായത് അത് വാർക്കലും അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അത് കെജോളം ഒരു സമാധാനവും ഇല്ല. ഏതായാലും പുട്ടാണ് ചുട്ടെടുക്കട്ടെ. നമ്മൾക്ക് ഇത് പല വിധമായിട്ടാണ് ചുട്ടെടുക്കാൻ വിചാരിച്ച്. ഇത് കുറച്ച് മീൻ പൊരിച്ചത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചോറ് കുറവാണ്. ചോറ് കുറവല്ല, ചോറില്ല. ഡ്രൈവർക്ക് കൊടുക്കാനുള്ളതും കാക്കാക്ക് തിന്നാളും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കുള്ളതില്ല. അപ്പോൾ ഈ അയില ഏതായാലും ബാക്കിയാവും. അപ്പോൾ ഈ അയില ആണ് ഞാൻ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇറച്ചിയാ മീനാ പച്ചക്കറി എത്ര ഉള്ളത് വെച്ചിട്ട് കൊടുക്കട്ടാ. അതിൻ്റെ ഒന്നും ഇതില്ല, എന്ന് വേണമെന്നൊന്നുമില്ല. അപ്പോൾ തളിച്ച വെള്ളം ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് അവിടെ കുക്കർക്കാണ്ട് പാർന്നുകാണ്ട് ഈ പുട്ടിൻ്റെ ഇതാണ്ട് ചുട്ട് ഇടുക തന്നെ. അപ്പോൾ നമുക്ക് ചിരട്ട പുട്ടാക്കി ചൂടാ വിചാരിച്ചുകാണ്ട് അത് വെച്ചുകൊടുത്താട്ടാ. നമുക്ക് എളുപ്പം എന്താ വെച്ചാൽ മറ്റേ കുറ്റിയാണ്, 4-3 കണ്ട ഒന്നായിട്ട് പോരും. ഇത് നമ്മൾക്ക് 2 വട്ടം ഉണ്ടാക്കുമ്പോഴേ ഒരു കുറ്റിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കുറച്ച് രണ്ടാമത്തെ കുറ്റിക്ക് ഫുള്ളും ഇല്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് മിക്സ് ചെയ്ത്, നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് പൊടി മിക്സ് ചെയ്ത് കണ്ടൊക്കെ ചുട്ടെടുക്കുക. പല കോലത്തിനും ചുട്ടെടുക്കാതെ, അതൊക്കെ അവനാൻ്റെ ഇഷ്ടം പോലെ ചൂടാം. അപ്പോൾ എന്നാലും ഇതാ പുട്ടാളിങ്ങനെ റെഡി ആകുന്നുണ്ട്. ഓരോ തിരക്കിൽ ഓരോരുത്തർ തിന്നുന്നുണ്ട്. ചോറില്ലെങ്കിലും അതിക്കുള്ള ചാറാളൊക്കെ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ചാറാളൊക്കെ ഇങ്ങനെ പറന്നുകാണ്ട് പലവരും പല കോലത്തിലും തിന്നുകയാണ്. അപ്പോൾ അതാ പുട്ട് ഞാൻ ചുട്ടുകാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. മറ്റേ അടുക്കളാകുമ്പോൾ അടുക്കളയിൽ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ ചെറിയ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇറച്ചിപ്പുട്ട് കഴിഞ്ഞു. അപ്പോൾ അതാ സാധാ പുട്ട് ചുട്ടിട്ടിട്ടുണ്ട്. ആ വക പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ചക്കത്തെ ഇറച്ചിക്കറി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണ്ടിയവർക്ക് അത് കൂട്ടുക. ഇമ്മ മീൻകറി ഇട്ടുകാണ്ടാണ് തിന്നുന്നത്. പലവർക്കും പല വിധം ഉണ്ടല്ലോ, ചോറല്ലേ കുറവുള്ളൂ, ചാറാളൊക്കെ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇറച്ചിൻ്റെ ആയാലും മീനിൻ്റെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടിച്ചാൽ ഉണ്ടാക്കിക്കോളി. ഇനി കുറച്ച് ഇതുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് പുട്ടല്ലേ ഇട്ടുള്ളൂ. ഞങ്ങൾ 4-5 ആൾക്കാരുണ്ടല്ലോ ഇത് തിന്നാൻ. ഏതായാലും ബാക്കി പൊടി കൊണ്ട് ഞാൻ പത്തിരിയാണ് ചൂടട്ടെ വിചാരിച്ച്.
അപ്പോൾ പത്തിരി ഇത് ഫുള്ളൊന്നും ചുടേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ പുട്ടിനനുസരിച്ചല്ലേ ചുടണുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെ വെള്ളം നമ്മളിങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ വെള്ളം വല്ലാതെ കളയണ്ട കേട്ടോ. ആ വെള്ളത്തിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. കുറച്ച് ഇത് മതിയല്ലോ. അപ്പോൾ ആ പിന്നെ അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാവുകയാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇട്ടാൽ അത് വെന്ത് കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടേക്കാരം. ഈ താത്ത എത്തൊക്കെ കാട്ടി തന്നിക്കാണ്ട് നമ്മളെ പള്ള കേടെടുത്തിയെന്ന് പറയാൻ നിൽക്കണ്ട. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചാണ്ടി. അപ്പോൾ ഇത് രാത്രിയാണ് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ നമ്മളൊരു വായൻ്റെ ഇല പൊടിയണ്ണിൻ്റെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ അതിൽ പരത്തി ചുട്ടാൽ ഒന്നും കൂടി നല്ലതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തീ നേരത്ത് തൊടുവൊക്കെ ഇറങ്ങി പോകാനും വെച്ചാൽ കുറച്ചൊരു ചാറ്റൽ മഴ ഉണ്ട്. അതിൽ ചാറ്റൽ മഴ ഇല്ല എന്നുണ്ടെങ്കിൽ തൊടുവിൽ നമ്മൾ കൈ എത്തുന്നിടത്തല്ല കുറച്ച് തൊടുക്ക് ഉള്ളോട്ടേക്കാനാണ് പോണട്ടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കീസന്മേൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ആകെ പരിപാടിയാണ്. അപ്പോൾ ഒരു 4 ഉരുളാക്കട്ടെ. വലിയ കട്ടിക്കാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു രസം തോന്നൂല. അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടം അതുപോലെ കാട്ടിക്കോളി. ഇത് 2 ഉരുളാക്കി ഉണ്ടാക്കണവരുണ്ട്. ഞാൻ ഇത് 4 ഉരുളാക്കിക്കണം. ഞാൻ മാണ്ടൂർക്കൊക്കെ തിന്നും ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് കേക്ക് തുടച്ചെന്നാക്കി പേപ്പർ അതിന് കുറച്ച് വെളിച്ചെണ്ണാണ് പാർന്ന് കാണ്ടേ അങ്ങനെയാണ് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നല്ല സെയ്പ്പൊന്നും കിട്ടൂല. നമ്മളെ കജ്ജുകൊണ്ട് ഉള്ള കുമ്മട്ട കണക്കിലൊക്കെ കാരം കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സെയ്പ്പിലും വേണമെന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊടിയണീൻ്റെ എല്ലാം സരണം. അപ്പോൾ ഇതങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടാ നല്ല സെയ്പ്പിലും ഇതിലൊന്നും കിട്ടൂലെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വിധമൊക്കെ ഉണ്ട് ഒപ്പിച്ചെടുക്കാം. പിന്നെ ഇത് നല്ല ഒറ്റ പൊള്ളനാക്കി എടുക്കണം. അതാണ് നമ്മളെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ. അതായത് അതിന് ഒരു ക്ഷമന്നെ വേണം. ഇത് ഒറ്റ പൊള്ളനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നേരെ ഒരു ചൂട് ആയേക്കാൻ അധികം ചൂടാവണ്ട. ഒരു 3/4 ഭാഗമൊക്കെ ചൂടായേക്കനെ അതിലേക്ക് ഇട്ടുകാണ്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വക്കൊന്നും ശരിയല്ല. ഞങ്ങളോട് പറഞ്ഞില്ല, വക്കൊന്നും ശരിയാവില്ല. അത് നമ്മൾ പൊടിയണ്ണിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അല്ല മട്ടത്തിൽ ചെയ്യാം. അപ്പോൾ ഒന്നൊരു കുറഞ്ഞ അടിഭാഗത്തു നിന്നൊക്കെ 2 സൈഡ് എല്ലാ സൈഡിലും കുറേശ്ശെ ഒരു വ്യത്യാസം ഇങ്ങനെ വന്നേക്കാൻ നിങ്ങൾക്ക് അതാണ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ ചൂടാകുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതി ഒരു വേവായി എന്ന് കണ്ട സമയത്ത് മാത്രം അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ചാണ്ടി. നെയ്യാണെങ്കിൽ നെയ്യും തേക്കാർ ഒരുപാട് ആദ്യം തന്നെയാണ് തേച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെ ചട്ടിയിൽ ഇത് ശരിക്കും വെന്ത് കിട്ടൂല. എന്നാൽ ഒന്നുണ്ട് വേവും വേണം. ഇനി നമുക്ക് കുറഞ്ഞ തീ, അതായത് വലിയ ഊക്കിലുള്ള തീയാണ് കുറച്ചൊരു 3/4 ഭാഗം തീയാക്കിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം. ഒരേ ഭാഗം അവിടെ വെന്ത് കജ്ജട്ടെ എന്നിട്ട് മറിച്ചിടാന്നൊന്നും വിചാരിച്ചണ്ട. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടി കരിഞ്ഞു പോവുകയോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 സൈഡും ഇങ്ങനെ തൊട്ട് നോക്കണ നേരത്ത് നല്ലൊരു ബലം ഉണ്ടാവും. ആ ബലമുള്ള സമയത്ത് നമുക്ക് ഉള്ളു പൊള്ളക്കാൻ വേണ്ടിയിട്ട് ചട്ടകം ഇങ്ങനെ അമർത്തി കൊടുക്കണം. ആദ്യം തന്നെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂളപ്പത്തിരി ഉണ്ടല്ലോ അത് ഒരു ചട്ടിപ്പത്തിരിക്കാണ്ടാണ് വരും. അതായത് കാട്ടി മുട്ടിക്കനേക്കാരം. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ചെയ്യരുത്. ഇതിങ്ങനെ കുറേശ്ശെ മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം മുരിഞ്ഞ് 2 സൈഡും മുരിയുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇത് പൊള്ളച്ച് വരുന്നത് കുറേശ്ശെ ഇങ്ങനെ പൊള്ളച്ച് വരാ അങ്ങനെ പൊള്ളച്ച് വരും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചട്ടം കൊണ്ട് വരുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കിക്കാണ്ട് എടുക്കുകയാണ്. നല്ല ഇതുണ്ട് ചൂടോടുക്കാൻ നമ്മൾ ചട്ടിയിൽ നിന്നുണ്ട് എടുത്തുകൊണ്ട് നെയ്യും പഞ്ചസാര ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും തിന്നാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാവ് കുറച്ച് ലൂസിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതാണ് നിങ്ങളോട് പറഞ്ഞത്. മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ മുട്ടിക്കാക്കി എടുക്കരുത്. കുറഞ്ഞൊരു അയവം വേണമെന്ന്. പൊള്ളച്ച് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചട്ടകം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പത്തിരി കണ്ടം വെച്ച് ഏച്ച മാതിരി അത് എന്തുകൊണ്ട് വന്നതാ? നമ്മളെ വായൻ്റെ ഇലയില്ല, പൊടിയണ്ണിൻ്റെ ഇലയില്ല, അതുകൊണ്ട് വന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വായൻ്റെ ഇല പൊടിയണ്ണിൻ്റെ ഇല ആദ്യം തന്നെ കൊടുന്ന് വെച്ചാണ്ട് മറിച്ചിന് തീവൊക്കെ പരിപാടിക്കൊന്നും നിൽക്കില്ല. നമ്മൾ ചട്ടിയിലിട്ടുകാണ്ട് ഒന്നും മറിച്ചാൽ ചട്ടകം കൊണ്ട് പൊന്തിച്ചേക്കാൻ അവിടെ ഇങ്ങനെ ഒരു അടയാളം വന്നതാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വെച്ച് കൊടുത്ത് കാണുന്നുണ്ട് മുറി കൂട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ചൊരു ഈന്തൗലുണ്ടാക്കട്ടെ.
അപ്പോൾ ഈ കുറച്ചുണ്ടാക്കണുള്ളൂ. ഞാൻ പറഞ്ഞ ഇമ്മാക്കും എനിക്കും ഷുഗറാണ്, ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ആൾക്കാർ. അപ്പോൾ റാണിക്ക് ഈ ഇങ്ങനെ ഉണ്ടാക്കണത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ശർക്കര എടുത്തുകൊണ്ട് ഈന്തോലുണ്ടാക്കി കാട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഇത് വെല്ല ശർക്കര കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന ശർക്കരയാണ്, വെല്ല ശർക്കരയാണ്. നമ്മൾ സാധാ ശർക്കരയാണെന്ന് വെച്ചെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലതാണ്. ഇങ്ങനെ ആക്കി ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ ഈന്തൗല് എന്ന് പറയുമ്പോൾ പഞ്ചസാരയും കിഞ്ചസാരയും ഒന്നും ഇടൂല. അതിലേക്ക് നമ്മളെ നല്ല ചക്കര തന്നെ അരിഞ്ഞിട്ട് കൊടുത്തുകാണ്ട് ഒന്നുണ്ട് ആ ചൂടോടെ തന്നെ ഒന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചിരട്ടണ തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് വലിയ വലിയ പൂവായിട്ട് വീണ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തത് നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിന്ന് ടേസ്റ്റ് വെക്കുകയാണ്. റാണിക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ട് തിന്നുകയാണെന്ന് പറഞ്ഞു. ഏതായാലും കുട്ടികൾക്കൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കാട്ടി കൊടുക്കണമല്ലോ, അപ്പോഴല്ലേ ഓർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു അരക്കഷ്ണം പുട്ട്, അതായത് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ അരക്കുറ്റി പുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വക പരിപാടി കാട്ടിയത്. അപ്പോൾ അതാ മറ്റേ പുട്ടും രസമുണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇങ്ങനത്തെ പുട്ടൊക്കെ ഉണ്ടാക്കി തിന്നാളി. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.